ഹലോ ഗൈസ്, നമുക്ക് നല്ലൊരു കൽമാസ് ഉണ്ടാക്കാലോ. കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട വിഭവമായ കൽമാസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 2 സവോള, ഒരു 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനം നല്ല കുലുകുലാന്ന് അരിഞ്ഞ് വെക്കുക. ഇനി ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കൊണ്ടാണ് കേട്ടോ. കൽമാസ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഫിഷ് കൊണ്ട്. ഇതേറെ ഫിഷ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതിന് ദണ്ട, ശിലാവതി എന്നൊക്കെ പറയുന്നൊരു മീനായത്. നിങ്ങളുടെ നാട്ടിൽ മീൻ എന്താ പേര് എന്ന് വെച്ചാൽ പറയാം. അങ്ങനെ മീൻ നന്നായിട്ട് കഴുകി നല്ല വിനാഗിരി മഞ്ഞപ്പൊടി ഇട്ട് കഴുകിയ മീനാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് 10 മിനിറ്റ് അതവിടെ മാറ്റി വെക്കുക ഗൈസ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു പാൻ അടുപ്പത്ത് വെക്കും. അത് പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓയിൽ വെച്ച് കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മസാല വെട്ടി വെച്ച മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ മീൻ നല്ല ടേസ്റ്റ് ആണോ? നമ്മുടെ നാട്ടിൽ തെണ്ടാന്ന് പറഞ്ഞ മീനായത്. നിങ്ങളുടെ നാട്ടിൽ മീൻ എന്താ പേര് എന്ന് വെച്ചാൽ നിങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള, പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഗൈസ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതങ്ങനെ അവിടെ വെക്കുക. ആ സമയം കൊണ്ട് നമ്മളെ ഫ്രൈ ചെയ്ത ഫിഷ് എടുത്തിട്ട് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇറച്ചി മാത്രം എടുത്ത് മാറ്റി വെക്കുക ഒരു ബൗളിൽ. അപ്പോൾ നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലായിരുന്നു. അതുപോലെ ബെൽ ബട്ടണും അമർത്തുക. പിന്നെ എല്ലാ വീഡിയോസും കാണാം. എന്നിട്ട് അതിനുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നമ്മുടെ മീൻ റെഡിയായി വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സവോള അങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങയാണ് ഗൈസ്. എനിക്കിവിടെ ഫ്രഷ് തേങ്ങ കിട്ടിയിട്ടില്ല. ഞാൻ തേങ്ങയുടെ പീര എന്ന് പറയുന്നത് തേങ്ങ പീരയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മുളക് പൊടിയുടെ പച്ചമുളക് മാറാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഫിഷ്, മുള്ളൊക്കെ എടുത്ത് മാറ്റി നല്ല വൃത്തിയാക്കി വെച്ച ഫിഷ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മസാലയാണ് നമ്മുടെ കൽമാസിന് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 10 മിനിറ്റ് അതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്, ഫിഷ് മസാല. ഇനി നമുക്ക് കൽമാസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് ഒരു ആവി പാത്രം എടുത്തിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് കത്തിച്ച് വെക്കാം. വെള്ളം അവിടെ തിളച്ചോട്ടെ നമ്മുടെ മാവ് തയ്യാറാക്കുന്നത് സമയം കൊണ്ട്. ഞാനിവിടെ ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, ഒറോട്ടിപ്പൊടി. ഒരു 200 ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിനാവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പച്ചവെള്ളത്തിൽ അതിനെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വെക്കുക ഗൈസ്. നന്നായി കുഴച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ബോളുകളാക്കിയിട്ട് ഇതിനെ മാറ്റി വെക്കുക. നമ്മുടെ ഒരു ലഡുവിൻ്റെ വലുപ്പത്തിൽ ബോൾ എടുത്താൽ മതി. ചെറിയ ബോളുകളാക്കിയിട്ട് വെക്കുക. ഓക്കെ. എന്നിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ഇതുപോലെ പ്ലേറ്റോ എന്തൊക്കെ പ്രസ്സിംഗ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിലേക്ക് നമ്മുടെ ഫിഷിൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഉരുട്ടിയെടുക്കാം. ഈ പരുവത്തിൽ ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഉന്നക്കായുടെ ഒക്കെ ഒരു വലുപ്പത്തിൽ. ഓക്കെ. അപ്പോൾ നമ്മളെ കൽമാസ് മൊത്തം മസാലയൊക്കെ ഫില്ല് ചെയ്ത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് നമ്മുടെ ആവിച്ചമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആവി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ടെടുക്കുക. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വേണം കേട്ടോ ഇത് റെഡി ആകാൻ. ഇനി 25 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കൽമാസ് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണിയാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ കൽമാസ് റെഡിയായി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കലാണ് അടുത്ത പണി. ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് പച്ചവെള്ളത്തിൽ ലൂസ് വെള്ളത്തിൽ കുഴച്ചെടുക്കാം. നമ്മൾ ഫിഷിനൊക്കെ മസാല ആക്കില്ല, ഫിഷ് ഫ്രൈ ചെയ്യാൻ. അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വീണ്ടും ഒരു പാനിൽ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന അതേ വെള്ളത്തിൽ തന്നെ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഐറ്റം. നമ്മുടെ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡുകാരുടെ മെയിൻ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ല ഒരു അടിപൊളി സ്നാക്കാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എനിക്കിവിടെ 11 പീസാണ് കിട്ടിയിട്ടുള്ളത്. 200 ഗ്രാം അരിപ്പൊടി
പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗൈസ്. നല്ല സ്വാദിഷ്ടമായ ഒരു പലഹാരമാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ കൽമാസ് റെഡിയായി വന്നിട്ടുണ്ട് ഗൈസ്. ഒരിക്കൽ കൂടി ചാനൽ ഇഷ്ടമായാൽ, വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.